ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് കംബോഡിയയിലുള്ള കേട്ടോ. തായ്ലൻഡിന്റെ അയൽരാജ്യമായ കംബോഡിയയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫിറോസ്ക്ക് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അൻഫലുണ്ട്. കംബോഡിയയിൽ ഒരു യാത്ര വന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മുടെ നാട്ടിലെ ഒക്കെ ശരിക്കും നമ്മുടെ എന്താ പറയുക ആ ഒരു ബൈക്കിന്നോ സ്കൂട്ടറിന്നോ എന്തൊക്കെ പറയാം, ഇവിടുത്തെ ഒരു മെയിൻ വാഹനമാണ് കേട്ടോ. അതായത് ഒരു ബൈക്ക് വെക്കുന്നു, അതുപോലെ തന്നെ ഒരു ട്രെയിലർ പോലൊരു സാധനം ഫിറ്റ് ചെയ്യുന്നു, അതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ ഒരു വാഹനം പോലെ തന്നെയാണ്. ശരിക്കും ഇത് എങ്ങനെ നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത് എങ്ങനെ നമ്മൾ യൂബറിൽ ബുക്ക് ചെയ്യണ പോലെ നാട്ടിലത്തെ യൂബർ ഇല്ലേ, അപ്പൊ ഇവരൊരു ആപ്പ് ഉണ്ട്, നമ്മളെ ഫവാസ് അഡോപിക്സ് ബുക്ക് ചെയ്താണ്. അപ്പൊ ഇവിടെ വന്നേക്ക് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഫുള്ള് സെറ്റ് ആക്കിയാണ്. നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഒരു എന്താ പറയാ ഒരു 30 സെക്കൻഡിനുള്ളിൽ അടിപൊളിയാണ് $2. പുറത്തിറങ്ങി ടാക്സി $2. നമ്മൾ പുറത്തിറങ്ങി അന്വേഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ $10 $15 ഒക്കെ വരും. അപ്പൊ ആപ്പിൽ ബുക്ക് ചെയ്ത സേഫ് ആണ്. അപ്പൊ ഇവിടുത്തെ ഒരു വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫുള്ള് ഈ വാഹനം തന്നെ കേട്ടോ. ലോഡ് കൊണ്ടുപോകാനും അതല്ലെങ്കിൽ എന്ത് കൊണ്ടുപോകാനും ഈ വാഹനം തന്നെയാണ്. വലിയ ലോഡൊക്കെ നമ്മൾ കൊണ്ടുപോകണ്ടേ, വലിയ ലോഡുകൾ വെച്ച് ടുക് വാഹനം എന്നാണ് പറയാ, ടുക് വാഹനം. അപ്പൊ ഈ വാഹനം തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കിയാ കേട്ടോ, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും. ഇവിടെ നോക്കിയാ അടിപൊളി. റോൾസ് റോയ്സ് വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കാണുന്നുണ്ടോ? ഞങ്ങൾ ഇന്നലെ യാത്ര ചെയ്തപ്പോ ഓരോ വാഹനത്തിന്റെ പേരിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല രൂപത്തിലുള്ള വണ്ടികളുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോ ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നിയത് ആ ഒരു സംഭവമായിരുന്നു. കാരണം ചെറിയ രണ്ട് കാര്യങ്ങളാണ് എന്തൊക്കെ ഇഷ്ടംപോലെ അമ്പലങ്ങളുടെ ഒരു നാടാണിത്. അമ്പലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതന രീതിയിലുള്ള അമ്പലങ്ങൾ. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളുണ്ട്, പക്ഷെ ഇവിടുത്തെ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതന രീതിയിലുള്ള അമ്പലങ്ങൾ. രണ്ടാമത്തെ ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വണ്ടികൾ. പിന്നെ വണ്ടി നമ്മുടെ നാട്ടില് ഡൂക്കൊക്കെ പോലില്ലേ, അതൊന്നും ഇല്ലാത്ത ഇങ്ങനത്തെ ബൈക്കുകളാണ് കൂടുതലുള്ളത് ഇവിടെ മുഴുവൻ. നമ്മളെ കച്ചവടം ചെയ്യാൻ ആ വണ്ടി കച്ചവടം ചെയ്യാൻ. അതൊക്കെ നമ്മൾ ഇന്നലെ രാത്രി ഞങ്ങള് അങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും. അതായത് ആ വണ്ടിയുടെ സൈഡിൽ ഇതുപോലെ തന്നെ ഒരു വണ്ടി വെക്കുന്നു, ഒരു ക്യാബിൻ ഫിറ്റ് ചെയ്യുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ലോകാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന സ്ഥലം. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ കാണുന്ന സ്ഥലം ഇപ്പൊ ഇങ്ങനെ സൈലന്റ് ആയിട്ട് എടുക്കുന്നത് രാത്രി. അതായത് 5 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ശരിക്ക് രാത്രിയാണ് പകലെന്ന് പറയാം. ആ രൂപത്തില് എന്താ പറയാ, ആളുകളുടെ ആറമ്പതിക്കന്നെ 1 മണി വരെ. ഇതൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ ബൈക്കുകളാട്ടോ. ചെറിയ കുട്ടി പിന്നെ വേറെ കാര്യം കൂടി പറയാം. ഇവിടെ കൂടുതൽ കടകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ തായ്ലാന്റ് ചൈനയൊക്കെ അപേക്ഷിച്ച് നോക്കണേ എല്ലാം സ്ത്രീകളാണ്. അതെ. ചെറുപ്പം പിള്ളേര് ചെറിയ പിള്ളേര് അതാ. അതിന്റെ ബാക്കിലാണ് ഒരു യോയോ വരുന്നാണ്ടാ. അടിപൊളി ചെറുപ്പം പിള്ളേരാണ്. കേരളത്തിന്റെ അതേ മാതിരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. അതേ അങ്ങോട്ട് പച്ചപ്പും ആ രൂപത്തിലിട്ടോ. പക്ഷെ ഇപ്പൊ ഈ സമയത്ത് കുഴപ്പമില്ലാത്ത ചൂടുണ്ട്. ഒരു തണുപ്പ് സമയമൊന്നുമല്ല. ഇപ്പൊ ടൗണൊന്ന് വിടാൻ തുടങ്ങിയിട്ടാ. നമ്മുടെ വയനാട് ഫോറസ്റ്റിലേക്ക് വന്ന മാതിരിയായി. ചീവീടുകളുടെ ശബ്ദമൊക്കെ വരാൻ തുടങ്ങിയിട്ടാ. അങ്ങോട്ട് നോക്കിയാ അടിപൊളി. എന്തായാലും നല്ല ഒരു സ്ഥലം തന്നെ. അവിടെ കാത്തു നിൽക്കട്ടെ. വണ്ടിയിൽ പോയി. അതെ, ഫാമിലി ആയിട്ട് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഫുഡ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിക്കണം. അതെ, അതാരും മൈൻഡിൽ വന്നാൽ നല്ലത് കിട്ടി. പിന്നെ അങ്ങനെ വെറൈറ്റി സംഭവങ്ങൾ കാണാനുണ്ട്. ഇന്ത്യൻ റെസ്റ്റോറന്റ് ഭയങ്കര പൈസ. പിന്നെ ഈ ടൗൺഷിപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇപ്പോഴല്ലേ നമ്മൾ യാത്ര ചെയ്തത് ഏകദേശം 7 കിലോമീറ്റർ ആണ്. $2 180 രൂപയ്ക്കാണ് നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്തത്. ഇത് ഭയങ്കര ഉപകാരം കേട്ടോ. ഇതിൽ തന്നെ ലോറി ഉണ്ട്, ഇതിൽ തന്നെ ബൈക്ക് ഉണ്ട്, ഇതിൽ തന്നെ ടുക് ഉണ്ട്, ഇതിൽ തന്നെ ചായക്കട ഉണ്ട്, ഇതിൽ തന്നെ. ഇവിടെ അങ്ങനെ ഒരു നിയന്ത്രണം കാര്യങ്ങളൊന്നും ഇല്ലൊന്നും കേട്ടോ. അതായത് ഇത്ര ആളെ കൊണ്ടുപോവാ. ഇപ്പൊ നമ്മൾ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയപ്പോ ഒരു വണ്ടി കണ്ടോ, ഒരുപാട് ആളുകൾ ആ വാഹനത്തിൽ കയറ്റിയിട്ട് നിറച്ച് അത് ലാസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് വണ്ടിയും കുട്ടികളും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു സംഭവം നമ്മൾ കണ്ടില്ല. വ്യത്യസ്തമായ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ വയനാട് ചുരത്തിലൊക്കെ കയറിയ ഒരു ഫീലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി. നല്ല ഫ്രൂട്ടുകൾ കിട്ടുള്ളൂ ശരിക്കും. നല്ല കൃഷിക്കാരാണിത്. അതെ, ഇവിടെ കൃഷിയാണ്, നെൽകൃഷിയാണ് കൂടുതലുള്ളത്. അതുപോലെ ഫ്രൂട്ട്സ് സാധനങ്ങൾ ധാന്യങ്ങളൊക്കെ അല്ലേ, ഫ്രഷ് സാധനം കിട്ടും കേട്ടോ. ഫ്രഷ് സാധനങ്ങൾ അടിപൊളി. എന്ത് ബാക്കി നോക്കിയേ. ഇതിപ്പോ കേരളത്തിൽ എത്തിയോ എന്നാണ് സംശയം. താമര കൃഷിയാണ്. താമര കൃഷിയാണ്. മക്കാനോ എന്ന് പറഞ്ഞൊരു
നമ്മൾ ഇന്നലെ വിൽക്കാൻ കണ്ടിരുന്നു വഴിയിലല്ലേ? നമ്മളിതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ്. ആണ്. നാട്ടിൽ നമ്മൾ ആസ്വദിക്കൂല. ഇല്ല. കുറച്ച് പൈസ മുടക്കി പൈസ ചെലവായി ഇവിടെ വന്നാൽ ഇതൊക്കെ എന്തിന് പരന്നൊങ്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ ആസ്വദിച്ചിട്ടല്ലേ കഴിച്ചിരുന്നത്. അതിന്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ ആളുകൾ കൾച്ചർ മനസ്സിലാക്കാനാണ് നമ്മളോട് വരുന്നത്. അതെ. അല്ലാതെ നമ്മുടെ നാട്ടില് ഇല്ലാത്തൊന്നുമില്ല. നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്. മരുഭൂമിയിലുണ്ട്. സൗദി അറേബ്യയിലെ മരുഭൂമി നമ്മുടെ നാട്ടിൽ. നമ്മളത് കാണാനും വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കാനാണ് നമ്മൾ വരുന്നത്. തീർച്ചയായിട്ടും നമ്മളിതാ എത്തിയിട്ടുണ്ട്. ടുക് ടുക് വാഹനം നമ്മുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടുക് ടുക് വാഹനം കേട്ടോ. ഇത് ഏതാ വണ്ടി വെച്ചിരിക്കുന്നത്? പേര് നാളൊന്നുമില്ല. നമ്പർ പ്ലേറ്റ് വെച്ചിരിക്കുന്നത് ഇവിടെ ഉണ്ട്. അവിടെ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്നത്. ആണല്ലേ? ഓ ആടാ ഇതേമാതിരിയായിട്ട ലോക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് എല്ലാവരും കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത ആളെത്തി. രതീഷ് ചേട്ടനും എത്തിയിട്ടുണ്ട്. രതീഷ് ചേട്ടാ നമ്മളിപ്പോൾ എവിടെ വന്നെന്ന് പറഞ്ഞേ? ആങ്കോർ വാട്ട്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം, ഹിന്ദു ക്ഷേത്രം. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം ഇവിടെ കംബോഡിയയിലാണ്. രസകരമായ മറ്റൊരു കാര്യം, സൂര്യവർമ്മൻ എന്ന് പറയുന്ന ഒരു രാജാവാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ സൂര്യവർമ്മൻ, ഒരു സംസ്കൃത പേര്. ഇദ്ദേഹം ഇന്ത്യക്കാരനല്ല, ഇദ്ദേഹം കംബോഡിയക്കാരൻ തന്നെ, ഖമർ രാജാവ്. ആ ക്ഷേത്രത്തിന് ഉള്ളിൽ നിൽക്കുന്നത് അവിടുന്ന് നമ്മൾ വേറെ മുന്നേ വിചാരിച്ചിട്ടുള്ളത് ആ ഭക്ഷണം, അതായത് ഇവരുടെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നമുക്കിവിടെ കാണാം. എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ശരിക്കും ക്ഷേത്രത്തിൽ മാംസം ഒന്നും കയറ്റാൻ പാടില്ല എന്നല്ലേ? പക്ഷെ നമ്മുടെ വിശ്വാസങ്ങളാണ് അതൊക്കെ. ആണ്. പക്ഷെ ഓരോ രാജ്യത്തും വ്യത്യസ്തമാണ്. ഇവിടെ നോക്കി എന്തൊക്കെയാ കാണുന്നത്? എല്ലാം ഉണ്ട്. കടയിലാണ്. നമ്മുടെ അടുത്തുള്ള കടയിൽ ചിലപ്പോൾ മുട്ട പോലും വിപ്പിക്കില്ല. ഇല്ല. ഇവിടെ ഓരോ രാജ്യം. അതെ ഇവിടെ മത്സ്യം ആണല്ലേ? അപ്പൊ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കാണാം. അപ്പോ ഇത് ശരിക്കും ഒരു ഫാൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇത് ഈച്ചൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലേ? ആണ്. ഇത് ചിക്കനാണോ? അടിച്ച് പരത്തിക്കണം കേട്ടോ. നമ്മൾ കംബോഡിയൊന്നുമില്ല. ഭക്ഷണം കഴിക്കാം. നിങ്ങൾക്ക് ശരിക്കും ഭാഗ്യം ചെയ്ത ആളുകളാണ്. എന്താ കാരണം? നമ്മളുണ്ടല്ലോ എന്ത് കുക്ക് ചെയ്ത് ആണെന്ന്. അപ്പൊ നമ്മൾ എടുത്തു കൊടുത്ത ചിക്കൻ ഇതാ ഈ രൂപത്തിലാക്കിയിട്ട് പീസാക്കിയിട്ടുണ്ട് അല്ലേ? എന്തായാലും ഇത് റെഡി ആയി കഴിഞ്ഞാൽ അറിയിച്ചോ, ഞങ്ങളിവിടെ പുറത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റംഷാദ് ഒപ്പം ഉണ്ടോ? റംഷാദേ 1 ലക്ഷത്തിന് നോട്ടോടെ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു കറൻസി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. 1 ലക്ഷം ആണ്. 1 ലക്ഷം. അപ്പൊ 1 ലക്ഷം വരണ്ട്. ഇത് നാട്ടിലെത്രയാണ്? ഇന്ത്യൻ മണി എത്രയാണ്? 2315 രൂപ ഉള്ളൂ. ഇവിടെ നമ്മള് ഒരു എന്താ പറയാ ഒരു $100 ചേഞ്ച് ചെയ്തല്ലോ. പിന്നെ പൈസ എടുക്കുന്ന ഒരു വണ്ടി, നേരത്തെ നമ്മൾ വണ്ടിയിൽ വന്നില്ലേ, ആ വണ്ടി കൊണ്ടുവരും. കഴിച്ചു നോക്കിയൊക്കെ എപ്പടി നല്ല അടിപൊളിയായി കൊണ്ടോ അൻപനെ കഴിച്ചോക്കെ. ചിലപ്പോ പറയാൻ പറ്റില്ല. കഴിച്ചെങ്കിൽ നല്ല രുചി ഉണ്ടെങ്കിൽ രുചിന്റെ പറഞ്ഞത് ഉള്ളത് പറയാം. അത് എത്ര അപ്പൊ സുഹൃത്തുക്കൾ, നമ്മള് ലോകത്തിലെ ഏറ്റവും വലിയ ആ ഒരു ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 900 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ അതിൽ കയറിക്കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് നടക്കാനുണ്ട്. 1 മണിക്കൂർ 2 മണിക്കൂർ ഒന്നും നടന്നാൽ എത്തില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള ടൈം ആവുള്ളൂ. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? കാരണം അത്രയും വലിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കൾ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.